ആനന്ദകൃഷ്ണൻ തുടരുന്നുണ്ട്. ആനന്ദൻ നോക്കൂ, നേരത്തെ തന്നെ രഞ്ജിനിയുടെ ഹർജിയുമായി ബന്ധപ്പെട്ട് പുറത്തുവിടരുത് എന്ന് കോടതി പറഞ്ഞിട്ടേയില്ല. സർക്കാരിന് പുറത്തുവിടാമായിരുന്നു, പുറത്തുവിടണമെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശവും നൽകിയിരുന്നു. എന്നിട്ടും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ വലിയ വമ്പൻ സ്രാവുകൾ ഉണ്ടെന്ന് ഓരോ നിമിഷവും നമുക്ക് മലയാളികൾക്ക് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിലെ ഓരോ മൂവ്മെന്റും നടക്കുന്നത്. ഇനി പ്രതിരോധിക്കാൻ ഒന്നുമില്ല, പുറത്ത് വിട്ടേ പറ്റൂ. ആര്യ, ഇതൊരു യുദ്ധമായിരുന്നു. അത് അറിയാനുള്ള അവകാശവും ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടരുത് എന്നാഗ്രഹിക്കുന്ന സിനിമാ തമ്പുരാക്കന്മാരും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ അറിയാനുള്ള അവകാശം ജയിച്ചിരിക്കുന്നു. അവസാന നിമിഷത്തിൻ്റെ അവരുടെ ശ്രമവും വിഫലമായി. അതൊരു പാർശ്വം മാത്രമായി. കോടതി അതിൽ ഇടപെട്ടില്ല. ഇനി സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു തടസ്സവുമില്ല. 2:30-ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടുക തന്നെ ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുള്ള നടപടികൾ സെക്രട്ടേറിയറ്റിൽ പുരോഗമിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അപ്പോൾ ഈ സിനിമാ തമ്പുരാക്കന്മാരെ ഭയപ്പെടുത്തുന്ന എന്താണ്? ഇത്രയും സ്വകാര്യതയെ ലംഘിക്കുന്ന ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവുക എന്നുള്ള ആകാംക്ഷയാണ് കേരളം. അതിൽ 2:30-ഓടുകൂടി മാതൃഭൂമി ന്യൂസിൽ അതിൻ്റെ ഉത്തരം തെളിയും. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമാ മേഖലയെ പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിൽ നേരത്തെ തന്നെ മാതൃഭൂമി ന്യൂസിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് സ്ത്രീ വിവേചനങ്ങൾക്കെതിരെ അതിൽ ലൈംഗികമായ വിവേചനം, ഒപ്പം തന്നെ വേതനപരമായ വിവേചനം, സാമ്പത്തികമായ വിവേചനം, ഇതെല്ലാം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ട്. അതിനൊപ്പം സിനിമ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം സ്വകാര്യത മാനിക്കും, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിടില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും നോക്കൂ, മൊഴി നൽകിയ രഞ്ജിനിക്ക് ഇപ്പോൾ സംശയം. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ വരുമെന്ന് കേൾക്കുന്നു. അങ്ങനെ പലതരത്തിൽ ആരോഗ്യമോ സംരക്ഷിക്കാൻ പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നു. ഒരു സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നേട്ടമാകുമായിരുന്നു ഇതിലെ ശുപാർശകളെങ്കിലും അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നടപ്പാക്കിയിരുന്നുവെങ്കിൽ. കുറേ പഠനങ്ങളുണ്ട്, ഇതിൽ 2 വോളിയം ഉണ്ട്. അതിൽ ആദ്യത്തെ വോളിയം മുഴുവൻ ശുപാർശകളാണ്, അവരുടെ നിഗമനങ്ങളാണ്. അതനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മുടെ സർക്കാരിന് ചെയ്യാമായിരുന്നു. ശരിയാണ് ആര്യ, ഇതിനകത്ത് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഈ സിനിമാ മേഖലയെ പരിഷ്കരിക്കുന്നതിനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ ഫാൻ ക്ലബ്ബുകൾ ഒക്കെ വെച്ചുകൊണ്ട് ഈ ചലച്ചിത്ര താരങ്ങളെ, വനിതാ താരങ്ങളെ ആ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഭയപ്പെടുന്ന ആരാണ് ഇതിന് പിന്നിലുള്ളത്? രഞ്ജിനിയാണ് ഈ ഹർജിയുമായി അവസാന നിമിഷം വന്നത്. രഞ്ജിനി ഇപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളായണിയിൽ അവരുടെ ജോലി സ്ഥലത്താണ്. അവിടെ ഒരു സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രഞ്ജിനിയുടെ ഹർജിയെ ഒക്കെ പൊതുസമൂഹം സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം ഇത് മറ്റാർക്കോ വേണ്ടിയുള്ള ഹർജി എന്ന രീതിയിലുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ഈ രഞ്ജിനി ഇപ്പോൾ അവരുടെ ജോലി സ്ഥലത്താണ്. അവർക്കാണ് ഇതിൽ ഇത്രയും അധികം ഇത് പുറത്തു വരുന്നതിൽ ആകാംക്ഷയെങ്കിൽ അവരിന്ന് ഹൈക്കോടതിയുടെ മുറ്റത്ത് കണ്ടേനെ. അപ്പോൾ രഞ്ജിനി അവരുടെ ജോലി സ്ഥലത്ത് തുടരുകയും അവരുടെ ഹർജി തള്ളുകയും ചെയ്തപ്പോൾ ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകരെയൊക്കെ കൊണ്ടുവരാൻ തക്ക ചരടുവലികൾ നടത്താൻ കെൽപ്പുള്ള ആരോ ഇതിന് പിന്നിലുണ്ട് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവസാന